ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാം വിന്നർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രീ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങളുടെ നീറ്റ് എക്സാം ആണ് അതേ വന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 5 നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രീ നീറ്റ് എക്സാം, അതായത് നിങ്ങൾ നീറ്റ് എക്സാമിനെ കുറിച്ച്, നിങ്ങൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ എങ്ങനെയൊക്കെയാണോ പോകുന്നത്, നിങ്ങൾ ആ കംപ്ലീറ്റ് നീറ്റ് പാറ്റേൺ, നിങ്ങളുടെ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ടൈം ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കംപ്ലീറ്റ് നീറ്റ് പാറ്റേണിലുള്ള ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ +1 +2 നീറ്റ് ബാച്ചിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ +1-ലുള്ളവർക്ക് സെപ്പറേറ്റ് എക്സാം ആയിരിക്കും, +2-ലുള്ളവർക്ക് സെപ്പറേറ്റ് എക്സാം ആയിരിക്കും. അപ്പം ഇത് കംപ്ലീറ്റ് ഒരു നീറ്റ് പാറ്റേണിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് ഓഫ്ലൈൻ ആയിട്ടാണ്, കാരണം നിങ്ങൾ നീറ്റ് എക്സാം എഴുതുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ് അല്ലേ. അപ്പം ആ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു എക്സാം ആയിരിക്കും. ദ ബെസ്റ്റ് വൺ ആയിരിക്കും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പം അതേപോലെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നീറ്റ് പാറ്റേണിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ആ നീറ്റ് എഴുതുന്ന ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രീ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് April 7-നാണ്. ഓക്കെ, April 7-ന്, അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളിങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ എക്സാം വിന്നറുടെ പ്രീ നീറ്റ് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യണത്. ആൻഡ് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് സ്റ്റുഡൻസിനാണ്, അതായത് +1 +2 ബാച്ച് സ്റ്റുഡൻസിനുള്ളതാണ്. പ്രീ നീറ്റാണ്. നീറ്റിന് മുൻപ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കേണ്ട ഒരു എക്സാമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ദിവസങ്ങൾക്ക് മുമ്പ്, ഇത്രയും ദിവസങ്ങളിലായിട്ട് നിങ്ങൾ +2 നീറ്റ് ബാച്ചിൽ, വേദ ബാച്ചിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത മക്കൾക്കും ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ടെസ്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നീറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ നീറ്റ് എക്സാമിന് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത്, അതെല്ലാം കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് നമ്മൾ OMR ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കറക്റ്റ് സമയത്തായിരിക്കും നിങ്ങൾ വായിക്കുന്നു, ക്വസ്റ്റ്യൻസ് എഴുതുന്നു, OMR ബബിൾ ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാനും കറക്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം April 7-നാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ. അപ്പം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ എക്സാം എന്നാണ്ട് പ്രീ നീറ്റ് എക്സാം.